നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയായി. പ്രഖ്യാപനം ഉടനുണ്ടാകും. സിറ്റിംഗ് സീറ്റുകൾക്കൊപ്പം തർക്കമില്ലാത്ത സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് നീക്കം. 30-ലധികം മണ്ഡലങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ആദ്യഘട്ട പട്ടിക ഫെബ്രുവരി 25-ന് മുൻപ് പുറത്തിറക്കാനാണ് നേതൃത്വത്തിന്റെ തിരക്കിട്ട ശ്രമം. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ, തൃത്താലയിൽ VT ബൽറാം, മണലൂരിൽ TN പ്രതാപൻ എന്നിവർ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. ഇത് സംബന്ധിച്ച അനൗദ്യോഗിക നിർദ്ദേശം ഇവർക്ക് ലഭിച്ചതായാണ് വിവരം. പുതുയുഗ യാത്ര കഴിഞ്ഞ് മാർച്ച് 6-ന് ശേഷമാകും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ നേരത്തെ തീരുമാനിച്ച് പ്രചാരണം തുടങ്ങിയിരുന്നു. ഇത് വിജയിക്കുകയും ചെയ്തു. സിറ്റിംഗ് MLA-മാർ അല്ലാത്ത ചില മുതിർന്ന നേതാക്കൾ ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. വട്ടിയൂർക്കാവ് മണ്ഡലവും ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തർക്കമില്ലാത്ത 3 സീറ്റുകളിൽ തീരുമാനമായെന്ന് മറ്റൊരു മുതിർന്ന നേതാവും പറയുന്നുണ്ട്. ചില സീറ്റുകളിൽ കൂടി ചർച്ച നടക്കുന്നുണ്ട്. തർക്കമില്ലാത്ത ചില സംവരണ, വനിതാ സംവരണ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകൾ ആദ്യഘട്ട പട്ടികയിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വട്ടിയൂർക്കാവ്, തൃത്താല, മണലൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരത്തിനാണ് സാധ്യത. ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ ഈ സീറ്റുകൾ പിടിച്ചെടുക്കാമെന്ന വിശ്വാസം കോൺഗ്രസിനുമുണ്ട്. അതിനാലാണ് രണ്ടാം ഘട്ടത്തിലേക്ക് നീട്ടാതെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.